നമസ്കാരം. നിങ്ങൾ പാസ്പോർട്ട് ഇല്ലാത്തവരാണോ അതോ പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടോ? പാസ്പോർട്ട് സേവനങ്ങളുടെ ഫീസ് ഘടനയിൽ 14 വർഷത്തിന് ശേഷം വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പാസ്പോർട്ട് എടുക്കുന്നതിനും പുതുക്കുന്നതും അടക്കമുള്ള സേവനങ്ങൾക്ക് ഫീസ് ഉയർത്തിയിരിക്കുകയാണ്. അതേസമയം ഹോർമുസ് വീണ്ടും അശാന്തമാകുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. ഹോർമുസ് കടലിടുക്കിൽ സിംഗപ്പൂർ പതാകയുള്ള എവർ ലവ്ലി എന്ന ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം മേഖലയിൽ വലിയ ആശങ്ക ഉയർത്തുകയാണ്. അതോടൊപ്പം എഥനോൾ കലർത്തിയ പെട്രോളിന് പിന്നാലെ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കിൽ സിംഗപ്പൂർ പതാകയുള്ള എവർ ലവ്ലി എന്ന ചരക്ക് കപ്പലിന് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ ആക്രമണം മേഖലയിൽ വലിയ ആശങ്ക ഉയർത്തുന്നു. ഒമാൻ തീരത്തിന് സമീപം വെച്ച് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. കപ്പലിന്റെ ബ്രിഡ്ജിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണ്. ഇതേ തുടർന്ന് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ഒഴിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയിരുന്ന പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചു. ഇറാൻ നിശ്ചയിച്ച പതാകകളില്ലാതെ കടന്നുപോകുന്ന കപ്പലുകൾ സുരക്ഷിതമായിരിക്കില്ലെന്നും അത്തരം പാതകൾ അംഗീകരിക്കില്ലെന്നും ഇറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഭാവിയിൽ യാതൊരുവിധ ട്രാൻസിറ്റ് ഫീസും ഏർപ്പെടുത്തില്ലെന്ന് ഒമാൻ. ബഹ്റൈനിൽ നടന്ന GCC US സംയുക്ത മന്ത്രിതല യോഗത്തിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. UN കടൽ നിയമ ഉടമ്പടികൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കപ്പലുകൾക്ക് യാതൊരു അധിക നിരക്കുകളുമില്ലാതെ സ്വതന്ത്രമായി കടന്നുപോകാനുള്ള അവകാശം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ പുതിയ നിരക്കുകളോ നിയന്ത്രണങ്ങളോ വരുമോ എന്ന ആഗോള ഊർജ്ജ വിപണിയുടെ ഏറെ നാളത്തെ ആശങ്കകൾക്ക് വിരാമമിടുന്നതാണ് ഒമാന്റെ ഈ സുപ്രധാന പ്രഖ്യാപനം. എഥനോൾ കലർത്തിയ പെട്രോളിന് പിന്നാലെ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള പദ്ധതിക്ക് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. പദ്ധതിയുടെ പ്രാരംഭ പരീക്ഷണങ്ങൾക്കായി ടാറ്റ മോട്ടോഴ്സിന്റെ ട്രക്കുകൾ വിട്ടു നൽകും. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി സഹകരിച്ചാണ് പരീക്ഷണം. ഇന്ത്യൻ വാണിജ്യ വാഹന വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ വർഷം അവസാനത്തോടെ ഉണ്ടാകും എന്നാണ് സൂചന. പ്രാരംഭഘട്ടത്തിൽ ഡീസലിൽ 2% ഐസോബ്യൂട്ടനോൾ കലർത്തിയാകും പരീക്ഷണം. വാഹനങ്ങളുടെ എഞ്ചിനിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ ഡീസലിനൊപ്പം ഇത് ഉപയോഗിക്കാൻ കഴിയും. മികച്ച ജ്വലനം ഉറപ്പാക്കാനും പുകമലിനീകരണം കുറയ്ക്കാനും പുതിയ ഇന്ധനം വഴി സാധിക്കും. എന്നാൽ 2% മുകളിൽ ഐസോബ്യൂട്ടനോൾ ചേർക്കാൻ എഞ്ചിൻ അടക്കമുള്ള യന്ത്രഭാഗങ്ങളിൽ മാറ്റം വരുത്തണം. ഇത്രയും ഐസോബ്യൂട്ടനോൾ നിർമ്മിക്കാൻ നിലവിലുള്ള എഥനോൾ പ്ലാന്റുകൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് കോടികളുടെ നിക്ഷേപവും ആവശ്യമാണ്. ആഗോളതലത്തിൽ അമേരിക്ക ഇതിനകം തന്നെ പെട്രോളുകളിൽ ഐസോബ്യൂട്ടനോൾ കലർത്തി ഉപയോഗിക്കുന്നുണ്ട്. പാസ്പോർട്ട് സേവനങ്ങളുടെ ഫീസ് ഘടനയിൽ 14 വർഷത്തിന് ശേഷം വലിയ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തുവിട്ടത്. 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനുള്ള ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 ആക്കിയും തത്കാൽ പാസ്പോർട്ടിന്റെ ഫീസ് 3500 നിന്ന് 5000 ആക്കിയും 60 പേജുള്ള പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷാ ഫീസ് 2000 നിന്ന് 3500 രൂപയുമാക്കിയുമാണ് ഉയർത്തിയിരിക്കുന്നത്. നഷ്ടപ്പെട്ടതോ കേടുവന്നതോ ആയ പാസ്പോർട്ട് പുതുക്കാൻ 36 പേജിന് 5000 രൂപയും തത്കാൽ നിരക്ക് 6000 രൂപയുമായിരിക്കും. ഇത് 60 പേജിന് 6000, 8500 എന്നിങ്ങനെയായിരിക്കും നിരക്ക്. ഫീസ് വർധന ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ വിജയനെ ED വീണ്ടും ചോദ്യം ചെയ്യും. അടുത്തയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇന്നലെ 10 മണിക്കൂറിലധികം വീണയെ ചോദ്യം ചെയ്തിരുന്നു. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ വീണ നൽകിയ മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നെന്നും അതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്തതെന്നുമാണ് ED വൃത്തങ്ങൾ നൽകുന്ന വിവരം. SFIOയിൽ നിന്ന് ലഭിച്ച രേഖകൾ ED പരിശോധിച്ചു വരികയാണ്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ എന്ത് സേവനമാണ് വീണയുടെ കമ്പനി CMRLന് നൽകിയത് എന്നത് സംബന്ധിച്ച് ഒന്നും കണ്ടെത്താൻ EDക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ എന്തിനാണ് വീണയ്ക്ക് എക്സാലോജിക്കിനും CMRL പണം നൽകിയത് എന്നതിൽ കൂടുതൽ വ്യക്തത വേണം. ഇക്കാര്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നാണ് EDയുടെ നിലപാട്.
കീം പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ വെച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ ജൂൺ 22-ന് ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണ്ണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കൽ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. ഉഷ്ണതരംഗം വർദ്ധിച്ചതോടെ പൊതു ഇടങ്ങളിൽ മദ്യപിക്കുന്നതിനും മദ്യം വിൽക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി ഫ്രാൻസ്. പാരീസിൽ മദ്യവിൽപ്പന നടത്തുന്ന ടേക്ക് എവേ കൗണ്ടറുകളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ശനിയാഴ്ച രാവിലെ 7 മണി വരെ നിയന്ത്രണമുണ്ടാകും. ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 7 മണി വരെയും നിയന്ത്രണം ഉണ്ടാകും. അതേസമയം ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ബാറുകൾക്കും റെസ്റ്റോറന്റുകൾക്കും നിയന്ത്രണം ബാധകമല്ല. സ്പെയിനിലും UK-യിലും ഫ്രാൻസിലും ഉഷ്ണതരംഗം ആഞ്ഞടിക്കുകയാണ്. ജർമ്മനിയിലും ചെക്ക് റിപ്പബ്ലിക്കിലും ഉഷ്ണതരംഗം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്നാണ് റിപ്പോർട്ട്. ജർമ്മനിയിലെ താപനില വെള്ളിയാഴ്ച 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ചെക്ക് റിപ്പബ്ലിക്കിലും സമാനമായ താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. PRD-യിലെ വിവാദമായ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനത്തിൽ PRD-ക്ക് മാത്രമല്ല PSC-ക്കും ഗുരുതര വീഴ്ച. നിയമനത്തിൽ ചട്ടലംഘനമുണ്ടായെന്ന പരാതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തായിരുന്നു വിവാദ നിയമനങ്ങൾ. PRD-യിൽ പ്രിസം എന്ന എംപാനൽ സംവിധാനത്തിൽ ജോലി ചെയ്തവർക്ക് PRD-യിലെ താത്കാലിക ജീവനക്കാരെന്ന മട്ടിൽ നൽകിയ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റാണ് PSC-യിൽ ഹാജരാക്കിയത്. ഇത് അംഗീകരിച്ച് നിയമനവും നടത്തി. PSC ചട്ടപ്രകാരം അപേക്ഷകരുടെ തൊഴിൽ പരിചയം ഉൾപ്പെടെ എല്ലാ യോഗ്യതയും കണക്കാക്കുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വെച്ചാണ്. തൊഴിൽ പരിചയം ഉൾപ്പെടെ യോഗ്യതകൾ അതിനു മുൻപ് നേടിയതായിരിക്കണം. എന്നാൽ AIO തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് പ്രിസം പാനലിലുള്ളവർ താത്കാലിക സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. ഇത് അംഗീകരിച്ചതാണ് PSC-യുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ച. സ്കൂളുകളിൽ തെരുവുനായ ശല്യമില്ലെന്നുറപ്പാക്കാൻ അധ്യാപകരെ നോഡൽ ഓഫീസർമാരാക്കി ചുമതലപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ പരിസരങ്ങളിൽ വെച്ച് കുട്ടികൾക്ക് നായയുടെ കടിയേൽക്കുന്നതായുള്ള പരാതികൾ ഏറിയതിനെ തുടർന്നാണ് നടപടി തുടങ്ങിയത്. എന്നാൽ അധ്യാപകരെ അപമാനിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഇടത് അധ്യാപക സംഘടന പ്രതിഷേധത്തിലാണ്. ഇടുക്കി, രാജപുരം, വയനാട്, പനമരം തുടങ്ങിയിടങ്ങളിലെല്ലാം സ്കൂൾ പരിസരത്തെ തെരുവുനായ ശല്യം മൂലം കുട്ടികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. തളിപ്പറമ്പിലെ ഒരു വിദ്യാലയത്തിലെ കുട്ടികൾ നായശല്യത്തിനെതിരെ മുൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്ന സാഹചര്യവും ഉണ്ടായി. ഇത്തരത്തിലുള്ള പരാതികൾ പരിഗണിച്ചും തെരുവുനായ നിയന്ത്രണത്തിന് സുപ്രീം കോടതി പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനുമായാണ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് വിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന രേഖപ്പെടുത്തി. ഇന്ന് ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയുമാണ് ഉയർന്നത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,980 രൂപയും പവന് 1,03,840 രൂപയുമായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 10,670 രൂപയും പവന് 85,360 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 5 രൂപ വർദ്ധിച്ച് 240 രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.